എല്ലാ തെരഞ്ഞെടുപ്പും അങ്ങനെ ഇന്ത്യയിൽ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എക്സിറ്റ് പോളുകൾ അങ്ങനെ ഓരോന്നോരോന്നായി 6 മണിക്ക് ശേഷം പുറത്തു വന്നു കഴിഞ്ഞു. ഞെട്ടിക്കുന്ന സർവേകൾ തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച കണക്ക് തന്നെയാണ്. കാരണം ഒരു തരത്തിലുമുള്ള മാറ്റങ്ങളുമില്ല. തെരഞ്ഞെടുപ്പിന് മുന്നേ അവർ നൽകിയ സർവേ എങ്ങനെയാണോ അതുക്കും മേലെയുള്ള സർവേ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJP ബഹുദൂരം മുന്നിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം ഒന്നടങ്കം പറയുന്നു BJP തന്നെ വീണ്ടും ഭരണത്തിൽ വരും. അതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് ഒരു തരത്തിലുമുള്ള ഒരു മുന്നേറ്റം ആ ഒരു തരത്തിൽ അവർ വിചാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെയോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ്. ഞെട്ടിക്കുന്ന കണക്കെന്ന് പറയുന്നത് കേരളത്തിലെ തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഞെട്ടിക്കുന്ന സർവേ തന്നെയാണ് കേരളത്തിലെ ഇപ്പോൾ പല ദേശീയ മാധ്യമ സർവേ പോളുകളും എക്സിറ്റ് പോളുകളും പറഞ്ഞിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ കണക്കുകൾ എന്ന് പറയുന്നത് അതായത് BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് എല്ലാ സർവേയും ഒരുമിച്ച് പറയുന്നത്. അതായത് BJP കേരളത്തിൽ അക്കൗണ്ട് ഇത്തവണ തുറക്കും എന്ന തരത്തിൽ തന്നെയാണ് വന്ന എല്ലാ സർവേയിലും. ഒരു സർവേയിൽ പോലും ആ ഒരു തരത്തിൽ ഒരു മാറ്റമില്ല. എല്ലാ സർവേയും പറയുന്നു BJP അക്കൗണ്ട് തുറക്കുമെന്ന്. അതുമാത്രമല്ല BJPക്ക് ഒന്നിലധികമോ 2ഉം 3ഉം സീറ്റുകൾ വരെ കിട്ടാനായിട്ടുള്ള ചാൻസ് നിലവിൽ ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെയും. അതിൽ നിന്ന് ഒന്ന് ഉറപ്പിക്കാൻ പാകത്തിനാണ് എല്ലാ തരത്തിലുമുള്ള സർവേകളിലും വന്നിരിക്കുന്നത്. അതായത് BJPക്ക് ഇത്തവണ അക്കൗണ്ട് കേരളത്തിൽ തുറക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അതിൽ തന്നെ തൃശ്ശൂർ തന്നെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. തൃശ്ശൂർ BJP വിജയിക്കുമെന്ന് തന്നെയാണ് ടൈംസ് നൗവും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതായത് വന്ന സർവേ ലിസ്റ്റുകൾ നോക്കുമ്പോഴത്തേക്കും അതായത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ നൽകിയ സർവേ റിസൾട്ട് എന്ന് പറയുന്നത് LDFന് 0 മുതൽ 1 സീറ്റ് വരെയാണ് കേരളത്തിൽ ലഭിക്കുക എന്നുള്ളത്. അതേസമയം UDFന് 17 മുതൽ 18 സീറ്റുകൾ വരെയും NDAക്ക് 2 മുതൽ 3 സീറ്റുകൾ വരെയുമാണ് കിട്ടുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് കേരളത്തിൽ UDFന് തന്നെയാണ് മുന്നേറ്റം എന്ന് പറയുന്നത്. UDF സീറ്റുകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ UDFന് വലിയ ഒരു തരംഗമുണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന തരത്തിൽ തന്നെയാണ് സീറ്റുകളുടെ എണ്ണം പല സർവേകളിലും വന്നിരിക്കുന്നത്. പക്ഷേ UDFന് തന്നെയാണ് ആ ഒരു മുന്നേറ്റം. ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറയുന്നത് NDA അക്കൗണ്ട് തുറക്കും എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ LDFന്റെ സീറ്റുകൾ വളരെ പരിമിതമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഈ ടൈംസ് നൗ കൊടുത്തിരിക്കുന്ന സർവേ ടൈംസ് നൗവിന്റെ റിസൾട്ട് പ്രകാരം 4 സീറ്റുകൾ LDFന്, UDFന് 14 മുതൽ 15 സീറ്റുകൾ, NDAക്ക് 1 സീറ്റാണ് ടൈംസ് നൗ പറഞ്ഞിരിക്കുന്നത്. ആ സീറ്റ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്കാണ്, തൃശ്ശൂർ. ഇന്ത്യ TV CNX സർവേ എന്ന് പറയുന്നത് 3 മുതൽ 5 സീറ്റുകൾ വരെ LDFന്, 13 മുതൽ 15 സീറ്റുകൾ വരെ UDFന്, 1 മുതൽ 3 സീറ്റുകൾ വരെ NDA BJP നേടാമെന്നുള്ളതാണ്. ABP സി വോട്ടർ സർവേ ലിസ്റ്റ് വന്നിരിക്കുന്നത്. കേരളത്തിൽ LDFന് 0 സീറ്റാണ് ABP സി വോട്ടർ സർവേ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. LDFന് 0ഉം അതുപോലെ തന്നെ UDFന് 17 മുതൽ 19 സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. UDFന് 17 മുതൽ 19 സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. NDAക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് ABP സി വോട്ടർ സർവേ കൊടുത്തിരിക്കുന്നത്. LDFന് 0 സീറ്റുകളും UDFന് 17 മുതൽ 19 സീറ്റുകളും NDAക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കണക്കാണ് ABP സി വോട്ടർ സർവേ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ 4 സർവേകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിൽ അട്ടിമറി സാധ്യത വളരെയേറെ കൂടുതലായി നിലനിൽക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ജൂൺ 4-ാം തീയതി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ വളരെയധികം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പലതരം മാറ്റങ്ങളും ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെ എല്ലാ സർവേകളും ഒരുമിച്ച് പറയുന്നു. UDFന് തന്നെയാണ് മുന്നേറ്റമെന്ന് എല്ലാ സർവേയും പറയുന്നു. കേരളത്തിൽ LDFന്റെ നില വളരെ പരിതാപകരമായി മാറുമെന്ന തരത്തിൽ തന്നെയാണ് ഈ വന്ന എല്ലാ സർവേയും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും NDAക്ക് കേരളത്തിൽ അക്കൗണ്ട് എന്നത് ഉറപ്പിക്കാൻ പാകത്തിനുള്ള സർവേ റിസൾട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതും തൃശ്ശൂർ തന്നെയാണ് ഏറ്റവും വലിയ ചാൻസ് ആയിട്ട് നിലനിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. തൃശ്ശൂർ, തിരുവനന്തപുരവും തൃശ്ശൂരും അല്ലാതെ ആ ഒരു സീറ്റുകൾ അതായത് ഇപ്പോൾ ഇന്ത്യ ടുഡേ പ്രവചിച്ചിരിക്കുന്ന പോലെയാണെങ്കിൽ NDAക്ക് 2 മുതൽ 3 സീറ്റുകൾ വരെയാണ് ഇന്ത്യ ടുഡേ പ്രവചിച്ചിരിക്കുന്ന ആ ഒരു സർവേ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഈ BJP
6 മണ്ഡലങ്ങളിലാണ് ആ ഒരു തരത്തിൽ ത്രികോണ പോരാട്ടം നടത്തിയിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം, തൃശൂർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട്, അതുപോലെ തന്നെ ആലപ്പുഴയാണ്. ഈ 4 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അട്ടിമറി വിജയമോ നേട്ടമോ ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ സർവേ പ്രകാരമാണെങ്കിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. UDF-ന് ആ ഒരു തരത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വലിയ തരംഗമുണ്ടാക്കാൻ 20 അല്ലെങ്കിൽ 19 ആ ഒരു സീറ്റുകളുടെ കണക്കുകളൊന്നും തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഒരു മുന്നേറ്റം UDF-ന് തന്നെയാണ് കേരളത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. LDF-ന്റെ കാര്യം തന്നെയാണ് ഏറെ പിന്നിലോട്ട് പോയിരിക്കുന്നത്. LDF-ന്റെ സീറ്റുകൾ അവർ വിചാരിക്കുന്ന അത്ര പോലും കിട്ടത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സർവേ ഫലം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യക്ക് ഏറെ സന്തോഷിക്കാനുള്ള കാര്യം തന്നെയാണ് ഈ ഒരു സർവേ ഫലം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ സർവേ ഫലങ്ങൾ പോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ കേരളത്തിൽ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും സുരേഷ് ഗോപി തൃശൂർ ജയിക്കുമെന്ന് തന്നെയാണ് പല സർവേകളും പറയുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും തൃശൂരും ആ ഒരു തരത്തിൽ 2 സീറ്റുകൾ ഉറപ്പിക്കാൻ പാകത്തിന് തന്നെ ജൂൺ 4-ാം തീയതി റിസൾട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളതും ശരിക്കും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന മഹാരാജ്യം തീർച്ചയായിട്ടും BJP തന്നെ 3-ാം ഊഴം BJPക്ക് ഉണ്ടാകുമെന്ന കാര്യവും എല്ലാ സർവേ ഫലങ്ങളും വളരെ വ്യക്തമായി തന്നെ പറയുന്നു. സീറ്റുകളുടെ കാര്യം പോലും BJP ഒറ്റയ്ക്ക് 300 സീറ്റുകൾ നേടുമെന്നും അതോടൊപ്പം തന്നെ NDA സഖ്യം ആ ഒരു തരത്തിൽ 350+ തന്നെയാണ് എല്ലാ സർവേകളും പറയുന്നത്. 400 എത്തുമെന്ന് സർവേകൾ പറയുന്നില്ല. പക്ഷേ വളരെ വലിയൊരു ഭൂരിപക്ഷം, അതായത് 2 പ്രാവശ്യം ഭരിച്ചു 3-ാമത്തെ പ്രാവശ്യവും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിനോ കോൺഗ്രസിനോ ഒരു തരത്തിലുള്ള നേട്ടവും ഇത്തവണ ഉണ്ടാകത്തില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്.